അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യാന്വേഷികളെ, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒന്നോ രണ്ടോ നമസ്കാരങ്ങൾ ന്യായമായ കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു, അഥവാ ഒന്നുകിൽ ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ മറന്നുപോയി, അല്ലെങ്കിൽ ഒരു നിലക്കും ഒഴിയാൻ പറ്റാത്ത നിലക്ക് നമസ്കരിക്കാനും പറ്റാത്ത നിലക്കുള്ള ഒരു കുടുക്കിൽ പെട്ടുപോയി, ശുഗലിൽ പെട്ടുപോയി എങ്കിൽ ഈ നമസ്കാരം നിർവഹിക്കണം, അത് ഖളാവ് വീട്ടണം, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇത് ഖളാവ് വീട്ടുമ്പോൾ എങ്ങനെയാണത് നിർവഹിക്കേണ്ടത്? ചില ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത്, ഉദാഹരണത്തിന് ഒരു ളുഹർ നമസ്കാരം ഒരാളോട് മറന്നുപോയി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു, ആ സന്ദർഭത്തിൽ അയാൾ ഉറങ്ങിപ്പോയി എങ്കിൽ പിന്നെ ആ ളുഹർ തൊട്ടടുത്ത ദിവസത്തെ ളുഹറിൻ്റെ സമയത്താണ് നിർവഹിക്കേണ്ടത്, അതിന് തൊട്ട് മുമ്പാണ് നിർവഹിക്കേണ്ടത് എന്ന് പല ആളുകളും ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ളുഹർ നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക്, അതല്ലെങ്കിൽ ഫജ്ർ നമസ്കാരം നഷ്ടപ്പെട്ടു, ആ വ്യക്തി പിറ്റേ ദിവസം വരെ കാത്തു നിൽക്കുകയാണ് ഫജ്റിൻ്റെ സമയമാവാൻ, അല്ലെങ്കിൽ ളുഹറാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ളുഹറിൻ്റെ സമയമാവാൻ. അതേപോലെ തന്നെ വേറെ ചില ആളുകൾ ചെയ്യുന്നത് എന്താണ്? ളുഹർ നമസ്കാരം നഷ്ടപ്പെട്ടു, അങ്ങനെ അസറിൻ്റെ സമയമായി, അസറിന് പള്ളിയിലേക്ക് വന്നപ്പോൾ അവിടെ അസർ നമസ്കാരമാണ് നടക്കുന്നത്, താൻ ളുഹർ നമസ്കരിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഒരാൾക്ക് മഗ്രിബ് നഷ്ടപ്പെട്ടു, പള്ളിയിലെത്തിയപ്പോൾ അവിടെ ഇശാ നമസ്കാരം നടക്കുകയാണ്, താൻ മഗ്രിബ് നമസ്കരിച്ചിട്ടില്ല. എങ്കിൽ ഏത് നമസ്കാരമാണ് ആദ്യം നിർവഹിക്കേണ്ടത്? നഷ്ടപ്പെട്ട മഗ്രിബാണോ, അതല്ല അപ്പോൾ പള്ളിയിൽ നടക്കുന്ന ആ ഇശാ നമസ്കാരത്തിലാണോ പങ്കെടുക്കേണ്ടത്? അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ളുഹറാണോ ആദ്യം നമസ്കരിക്കേണ്ടത്, അതല്ല പള്ളിയിൽ നടക്കുന്ന അസർ നമസ്കാരമാണോ നിർവഹിക്കേണ്ടത്? ഇങ്ങനെയും ആളുകൾക്ക് സംശയമുണ്ട്. ഇൻഷാ അള്ളാഹ് ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈ സംസാരം. അതിലൊന്നാമതായി പറയാനുള്ളത്, നമ്മോടൊരു നമസ്കാരം മറന്നുപോയി, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങിപ്പോയി എങ്കിൽ എപ്പോഴാണോ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണോ ഓർമ്മയാകുന്നത്, അപ്പോൾ തന്നെ ആ നമസ്കാരം നിർവഹിക്കണം. അതിനെ പിന്തിപ്പിക്കാൻ പാടില്ല, നാളെ ആവട്ടെ എന്ന് പറയാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നവർ തെറ്റാണ് ചെയ്യുന്നത്. എന്താണ് അതിനുള്ള തെളിവ്? ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ നസിയ സ്വലാത്തൻ, ആരെങ്കിലും ഒരു നമസ്കാരം മറന്നുപോയി, ഔ നാമ അൻഹ, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി, ഫകഫാറത്തുഹ, എങ്കിൽ അതിൻ്റെ കഫാറത്ത് എന്താണ്? അൻ യുസല്ലിയഹ ഇദാ ദകറഹ, എപ്പോഴാണോ ഓർമ്മയാകുന്നത് അപ്പോൾ അത് നിർവഹിക്കലാണ്. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റാൽ ഉടനെ തന്നെ അത് നിർവഹിക്കണം. ഇനി മറന്നതാണെങ്കിൽ ഓർമ്മയായാൽ ഉടനെ നിർവഹിക്കണം, അതല്ലാതെ പിറ്റേ ദിവസത്തേക്ക് അതിനെ മാറ്റാൻ പാടില്ല. അപ്പോൾ ആദ്യത്തെ ആ സംശയത്തിനുള്ള മറുപടിയായി. ഇനി രണ്ടാമത്തത്, നമ്മൾ ആദ്യം നമസ്കരിക്കേണ്ടത് നഷ്ടപ്പെട്ട നമസ്കാരമാണോ, അതല്ല അപ്പോൾ പ്രസൻറ്റിൽ നടക്കുന്ന നമസ്കാരമാണോ? അവിടെ നമുക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, നഷ്ടപ്പെട്ടത് ആദ്യം നിർവഹിക്കണം. കാരണം നമസ്കാരത്തിനൊരു തർത്തീബുണ്ട്. എന്താണത്? ആദ്യം ഫജ്ർ, പിന്നെ ളുഹർ, പിന്നെ അസർ, പിന്നെ മഗ്രിബ്, ഇശ. അല്ലാതെ ആദ്യം ളുഹർ പിന്നെ ഫജ്ർ, അങ്ങനെ ഒരു തർത്തീബില്ലല്ലോ. ആദ്യം അസർ പിന്നെ ളുഹർ, അങ്ങനെ ഒരു തർത്തീബില്ല. ആദ്യം ഇശ പിന്നെ മഗ്രിബ്, അങ്ങനെ ഒരു തർത്തീബില്ല. തർത്തീബ് നമ്മൾ നേരത്തെ പതിവായി നിർവഹിക്കുന്ന തർത്തീബ് എന്താണോ അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ ഫജ്ർ നമസ്കരിക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി, ളുഹറിൻ്റെ സമയമായെങ്കിൽ ആദ്യം ഫജ്ർ നമസ്കരിക്കണം, എന്നിട്ടാണ് ളുഹർ നമസ്കരിക്കേണ്ടത്. അതേപോലെ തന്നെ അസറിൻ്റെ സമയത്താണ് ളുഹർ നമസ്കരിച്ചില്ല എന്ന് ഓർമ്മയായതെങ്കിൽ ആദ്യം ളുഹർ നമസ്കരിക്കണം, പിന്നെയാണ് അസർ നമസ്കരിക്കേണ്ടത്. അതേപോലെ തന്നെ ആദ്യം മഗ്രിബ് നമസ്കരിക്കണം, പിന്നെയാണ് ഇശാ നിർവഹിക്കേണ്ടത്. അപ്പോൾ അവിടെ സ്വാഭാവികമായ മറ്റൊരു ചോദ്യം വരികയാണ്, പള്ളിയിൽ ജമാഅത്താണ് നടക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം മാറി നിന്നുകൊണ്ട് നഷ്ടപ്പെട്ടത് നമസ്കരിച്ചിട്ട് പിന്നെ ജമാഅത്തിൽ പങ്കെടുത്താൽ മതിയോ, അതല്ല ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട നമസ്കാരം നിയ്യത്താക്കിയാൽ മതിയോ? ഇതിലേറ്റവും നല്ലത് നമ്മൾ രണ്ടാമത് പറഞ്ഞതാണ്. എന്താണത്? ആ ജമാഅത്തിൽ നമ്മൾ പങ്കെടുക്കുക, പക്ഷേ നമ്മുടെ നിയ്യത്ത് എന്തായിരിക്കണം? നഷ്ടപ്പെട്ട നമസ്കാരമായിരിക്കണം. ഉദാഹരണത്തിന് ഫജ്ർ നമസ്കാരം നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് ളുഹർ നമസ്കരിക്കുന്ന ഇമാമിൻ്റെ കൂടെ കൂടാം, എന്നിട്ട് തൻ്റെ 2 റക്അത്ത് നമസ്കരിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സലാം വീട്ടാം. അല്ലെങ്കിൽ ഫജ്ർ ആദ്യം നമസ്കരിച്ചിട്ട് പിന്നെ ജമാഅത്തിൽ പങ്കെടുക്കുകയും ചെയ്യാം. 2 രൂപത്തിലും ചെയ്യാം. പക്ഷേ ആ ജമാഅത്തിൽ പങ്കെടുക്കൽ കൂടുതൽ ഖൈറാണ്. 2 റക്അത്ത് കഴിഞ്ഞാൽ ആ വ്യക്തി സലാം വീട്ടുക, പിന്നെ ളുഹറിൻ്റെ നിയ്യത്തിൽ വീണ്ടും ആ ളുഹർ നമസ്കാരത്തിൻ്റെ കൂടെ കൂടുക. ഇങ്ങനെ ചെയ്യാം. ഇനി അസർ നമസ്കാരം നടക്കുമ്പോൾ ആ നമസ്കാരത്തിൽ ജമാഅത്തിൽ പങ്കെടുക്കുക, പക്ഷേ ളുഹർ നഷ്ടപ്പെട്ട ആളാണെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിലെ നിയ്യത്ത് എന്താണ്? ഞാൻ നമസ്കരിക്കുന്നത് ളുഹറാണ്. എന്നിട്ട് സലാം വീട്ടിയതിന് ശേഷം പിന്നെ എഴുന്നേറ്റ് ഒറ്റക്ക് അസർ നമസ്കാരം നിർവഹിക്കുക.
ഇനി മഗ്രിബാണ് നഷ്ടപ്പെട്ടതെങ്കിൽ അത് ഇശായിൻ്റെ കൂടെയാണ് നിർവഹിക്കുന്നതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഇശായിൻ്റെ കൂടെ ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കാം, പക്ഷേ നമ്മുടെ നിയ്യത്ത് മഗ്രിബായിരിക്കണം. എന്നിട്ട് 3 റക്അത്ത് കഴിഞ്ഞ് സലാം വീട്ടി വീണ്ടും എഴുന്നേറ്റ് ഇശായിൻ്റെ നിയ്യത്തിൽ ആ ജമാഅത്തിൽ തന്നെ പങ്കെടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ തർത്തീബ് വളരെ പ്രധാനപ്പെട്ടതാണ്. നഷ്ടപ്പെട്ടത് ആദ്യം നിർവഹിക്കണം. അതോടൊപ്പം ജമാഅത്തിൽ നമ്മൾ പങ്കെടുക്കുകയാണെങ്കിൽ നമ്മുടെ നിയ്യത്ത് നഷ്ടപ്പെട്ട നിയ്യത്തായിരിക്കണം, നമസ്കാരത്തിൻ്റെ നിയ്യത്തായിരിക്കണം. പിന്നെ നമ്മൾ ആ സമയത്ത് ഏത് നമസ്കാരമാണോ അത് പിന്നീടാണ് നിർവഹിക്കേണ്ടത്. ഇത്രയുമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മനസ്സിലാക്കുക, അതനുസരിച്ച് ഉൾക്കാഴ്ചയോടുകൂടി ഇബാദത്തുകൾ ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.